മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ. കലോത്സവത്തിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ ഇടപെടുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. വിദ്യാർത്ഥികൾക്ക് മടങ്ങിപ്പോകാൻ കൂടുതൽ സർവീസ് ഒരുക്കാൻ ഗതാഗത മന്ത്രിയുമായി സംസാരിക്കും. ആവശ്യമെങ്കിൽ വിദ്യാർത്ഥികളെ തിരികെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കലോത്സവം കഴിഞ്ഞ് മടങ്ങുന്ന കുട്ടികളുടെ യാത്രാ ദുരിതം സംബന്ധിച്ച് നമ്മൾ ഇന്നലെ വാർത്ത നൽകിയതാണ്. ഇപ്പോൾ നമ്മോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണുള്ളത്. മിനിസ്റ്ററെ, ഇന്നലെ നമ്മളുടെ ക്യാമറമാൻ സുജി പട്ടാമ്പി കണ്ടൊരു കാഴ്ചയാണ്. അതായത് കുട്ടികൾ കലോത്സവം കഴിഞ്ഞ് മടങ്ങുമ്പോൾ KSRTCയിൽ വളരെയധികം തിരക്കാണ്, ആവശ്യത്തിന് ബസ്സുകളില്ലാത്തൊരവസ്ഥയാണുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു വിഷ്വൽ എന്ന് പറയുന്നത്. KSRTC ഇപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് ഒരു സാധാരണ നടത്തുന്ന റെഗുലർ സർവീസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാം. എന്നാൽ കലോത്സവത്തിന് വേണ്ടി വന്ന കുട്ടികൾ മടങ്ങിപ്പോകുന്നതിന് അവർ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. കാരണം കലോത്സവം ഇന്ന് തീരുമാനിച്ച് നാളെ നടത്തുന്നതല്ല, ഒരു വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ടുള്ള ഡേറ്റാണിത്. അപ്പോൾ അവർക്ക് ബസ് ബുക്ക് ചെയ്യാം, ഒരു ബസ് തന്നെ ബുക്ക് ചെയ്ത് വരാം, അല്ലെങ്കിൽ ട്രെയിൻ ഉപയോഗിക്കാം. ഇതൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണല്ലോ. അല്ല, എല്ലാ സാധാരണക്കാരുടെ കുട്ടികളും നമ്മൾ പ്രീ പ്ലാൻഡ് ആയിട്ടാണല്ലോ വരുന്നത്. എന്തായിരുന്നാലും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. 1, 2 ഗ്രൂപ്പായിട്ടുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ സിംഗിളായിട്ടുള്ള കുട്ടികൾക്കോ മടങ്ങിപ്പോകാൻ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ സോസക ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, എൻ്റെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സ്കൂളുകളിൽ എത്തിച്ചു കൊടുക്കാം. നമ്മുടെ യുവജനോത്സവത്തിൻ്റെ മാനുവലിലും കണ്ടീഷൻസിലും അത് പറയുന്നില്ല. എങ്കിൽ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അതിൽ ഇടപെടണമല്ലോ. അതിലിടപെടാം. അത് ബസ്സിൻ്റെ കുറവിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിയോട് പറയുകയും ചെയ്യാം. അപ്പം അത് ഇനി ഉള്ള ദിവസങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. KSRTCക്ക് നല്ലതാണല്ലോ. അവരെ കൂടുതൽ കളക്ഷൻ ഉണ്ടാവും, അവരെ കുറച്ചുകൂടെ സർവീസ് നന്നാവും. ഇന്നലെ ഇപ്പോൾ KSRTCയുടെ ഒരു ഡബിൾ ബസ്സൊക്കെ ഇവിടെ തൃശ്ശൂർ വന്നിരുന്നല്ലോ ഓടുന്നതിന് വേണ്ടി. എന്തായാലും ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടാൻ അവർക്ക് എന്ത് സഹായമുള്ളൂ ചെയ്തു കൊടുക്കാൻ, അത് പ്രശ്നമില്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എത്തരത്തിലൊരു ആശങ്കയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അത് അടുത്ത ദിവസം മുതൽ അങ്ങനെ ഉണ്ടാകാതിരിക്കില്ല. ഗതാഗത മന്ത്രിയുമായി സംസാരിച്ച് കൂടുതൽ ഇടപെടലുകൾ നടത്താമെന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.